ഇങ്ങോട്ട് മാറിക്ക്. ഞാൻ കൈക്കോട്ടും കൊണ്ട് വരുന്നോടത്തേക്കൊക്കെ നീ വന്നാ പിന്നെ ഇങ്ങനെ നീ കുഴിച്ചിട്ടോ കേട്ടോ. അവിടെ മാങ്ങേൻ്റെ കുഴിച്ചിട്ടാൽ മതിയമ്മ. മാങ്ങേൻ്റെ ഇത് മാങ്ങയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെക്കി തെയ്യല്ലേ അച്ചു വെച്ചാ അതാ. നമുക്കേ അപ്പുറത്തെ തൊടിയുന്നില്ലേ കുറച്ച് അരിമുളകിൻ്റെ തെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് തുളസി തെയ്യാണ്. ഇത് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. അപ്പോൾ തെയ്യ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ചുവന്ന തുളസിയില്ലേ ഇതും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതും കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ ഈ കാട് വെട്ടാത്തത്? ഈ കാട്ടിൽ നമ്മൾ ചെടിയുടെ വിത്തില്ലേ നട്ടിട്ടുണ്ടേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് മെല്ലെ സൂക്ഷ്മയോടെ വലിച്ചു കളയുന്നെന്ന് പറഞ്ഞു കേട്ടോ. നല്ല ശക്തി ഇതിൽ വെക്കി. ഇവിടെ വെയിലുള്ളടത്ത് വെച്ചാലേ പറ്റുള്ളൂ. എത്ര എണ്ണം വെച്ച് ഇനി എത്ര എണ്ണ ചെടികളുണ്ട്? ചീരത്തയ്യ് നട്ടിട്ടുണ്ട്. അത് മൊത്തം നീ അതിലിട്ടോ? അതിൽ 3 തയ്യാണേ. 3 ഉണ്ട്. 3 നോക്കി നോക്ക്. അപ്പം അത് ശക്തിയിൽ വരില്ലേ? ഒന്നും ഇങ്ങോട്ട് എടുക്കാന്ന് എടുക്ക്. വല്ലാത്ത ചെടി നടൽ തന്നെ അച്ചോ. ഈ ശ്രദ്ധിച്ചില്ലാന്നോ? ഇതാണ്ടോ ഒന്നതാ ആയിട്ടോ. കണ്ടില്ലോ ഒരു തൈ. ഇതെവിടെ വെക്കുക? ഉള്ള സ്ഥലത്തൊക്കെ ചെടിയുണ്ട് നട്ട് വെച്ചാൽ മാറ്. ഇവിടെ നട്ട മാറ്. കുറച്ച് വളപ്പൊടിയും കൊണ്ടു നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മതിയോ? പിന്നെ മത്തനും കുമ്പളവള്ളിയൊക്കെ അല്ലേ ഉഷാറായിട്ടോ. ഇനി നമുക്ക് 2 വാഴത്തയ്യും കൂടി കൊണ്ടുവന്ന് ആകെ എന്താ എല്ലാവരും ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടോയെന്ന്. ഇല്ല കേട്ടോ. നമുക്കാകെ 3 സെൻറ്റ് സ്ഥലത്താണ് ഇത് കിടക്കണത്. ഇവിടുന്ന് ഇനി കുറച്ച് അങ്ങോട്ട് ഇത് വരെ ഉണ്ട് കേട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറയാൻ. അപ്പോൾ ഇതൊരു കോണാകൃതിയിലുള്ള സ്ഥലമാണ്. ഇനി അവിടെ തുളസി തൈ വയ്ക്കാൻ. തുളസി തൈ ഇവിടെ വയ്ക്കാൻ മാറി. ഇവിടെ ഒക്കെ ഫുള്ള് ഇപ്പോൾ കൃഷിയിലായി. ഇപ്പോൾ പരിപാടിയിലേ അമ്മമ്മ കുഴിച്ചിട്ട് ഒരു തുളസി തൈ വേണം. എവിടെ? അപ്പോൾ നമ്മളേ ഇന്ന് സത്യം പറയത്തുന്ന എന്താ കൂട്ടാൻ വയ്ക്കുക പറഞ്ഞിട്ടിങ്ങനെ അന്തം വിട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്താ അമ്മ കൂട്ടാൻ വെക്കേണ്ടത്? മിഞ്ഞാന്ന് പുളിഞ്ചാറ് വെച്ചു. പച്ചക്കറിയാണോ വെച്ചാൽ ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിയത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അത് ചിക്കൻ ഇന്നലെ കടച്ചക്ക ഇട്ടിട്ട് വെച്ചപ്പോൾ തോന്നിട്ടില്ല, കുറച്ചേ ഇട്ടുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു അല്ലേ കടച്ചക്ക ഇട്ടിട്ട് വെച്ചപ്പോൾ? ഇഷ്ടമായില്ലേ അമ്മു? ഇന്നിക്കും കൂടി ഉണ്ട് കേട്ടോ. രാവിലെ ഇഡ്ഡലി ആ കറിയും പാടെ കൂട്ടിയിട്ടാണ് മക്കൾ കഴിച്ച്. അതെന്താ വെച്ചാൽ ഇതാ തുളസിയും കൂടി വാ അതായിരിക്കണം കുഴിച്ചത്. ഇനി നമുക്ക് ഇതിക്കില്ലേ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താലേ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് കുറേ തുളസിയും രാധമ്മയുടെ അവിടെ നിന്ന്. ഇനി മഴ പെയ്യുമ്പല്ലേ എന്ത് നട്ടാലും ഉണ്ടാവും. മഴക്കാലമായ നല്ല മണ്ണാണെന്ന് കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു. നല്ല മണ്ണിന് കേട്ടോ. വഴുതനങ്ങ തൈ കുറച്ച് അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട്. 3 എണ്ണം ഉണ്ടായില്ല. അതിൽ നോക്കിയൊക്കെ. അപ്പോൾ ഇതിക്ക് ഞാൻ തൊടുന്നില്ല കേട്ടോ. ഇതിക്ക് തൊട്ടാൽ ചിലപ്പോൾ ചീത്ത കേൾക്കും അല്ലേ അമ്മുവോ? ഏട്ടൻ ഇവിടെ ഇല്ല. എന്താ ഏട്ടൻ പുറത്താണ് പറഞ്ഞല്ലേ. ഏട്ടൻ ഇവിടെ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോയിൽ ഏട്ടൻ്റെ സൗണ്ട് കേൾക്കില്ലേ. അപ്പോൾ ഇതാ നമ്മൾ വെച്ച നമ്മുടെ ചെണ്ടുമല്ലി, കുറച്ച് ചെണ്ടുമല്ലി അപ്പുറത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പം അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല കേട്ടോ. നിറച്ച് മുല്ല പൂത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അത് കാരണം മുല്ലപ്പൂവൊക്കെ ഗംഭീരത്തിൽ കോപ്പൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ തലയിൽ വെക്കില്ല കേട്ടോ. ഇവരാണ് പറഞ്ഞു വെച്ചാൽ അച്ചുവാണ് പറഞ്ഞാൽ തിരിഞ്ഞ് വെക്കില്ല. ചെക്കന്മാരുടെ ഷർട്ടുകൾ കിടക്കണമൊക്കെ ഇത് തിരുമ്പിയിട്ട് ഇടാനുള്ളതാ. ബാമു ഉമ്മറത്തെ വാതിലടക്കിയിട്ടോ. ആരെങ്കിലും വന്ന് കയറി അറിയാൻ കൂടിയില്ല. അപ്പം ഇന്ന് മുരിങ്ങയും പരിപ്പും കൂട്ടാൻ വെച്ചാൽ മതിയോ? ബാ ചക്കടാനല്ലോ ഉണ്ണി. ഇതാ ഇത്
അയ്യോ ഇതൊക്കെ അയ്യോ യെസ് ഇത് പിടിച്ചാച്ചു മുരിങ്ങ ഇത്ര മതി ഇത്ര മതി ഇത്ര മതി ഒന്നുമില്ലാത്ത സമയത്തേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അമ്പ ഇവിടെ ടി വി ഇട്ടിട്ടുണ്ട് സൗണ്ട് വെക്കുക തീരും എന്തേ അവിടെ ഇത് കുത്തി അതിൽ അമച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാവും എവിടെ കുറച്ച് എടുത്തിട്ട് വെച്ചാൽ നല്ല തൂമ്പൽ മുരിങ്ങക്കായ ഉണ്ട് അതിലൊരു മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് ഒറ്റ ഒന്ന് അയ്യോ എവിടെ എവിടെ ആ അതന്നെ ചട്ടിയ തന്നെ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ പറയും തേങ്ങ അരയ്ക്കാതെ വെക്കുന്നത് നല്ലത് പക്ഷെ ചക്കക്കുരു ഇട്ടിട്ട് പ്രാവശ്യം വെച്ചിട്ടേ ഇല്ല കൂട്ടാൻ അപ്പോഴേ ചക്കക്കുരു ഞാനില്ലേ ഇന്നലെ കുറച്ച് നേരേക്ക് വെച്ചതാ കേട്ടോ വെള്ളപ്പയർ ഇട്ടിട്ടോ മുരിങ്ങ ഇട്ടിട്ടോ ഒന്ന് കറി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അമ്മ മുരിങ്ങ ഊരും ചെയ്യുന്നുണ്ട് അപ്പോൾ നേരേക്കിട്ട് വരാം മുളക് പൊടി ഇന്ന് 2 മീൻ വറുക്കണ പോലെ വറുക്കാൻ കേട്ടോ അതിലൂടെ പോരെ എന്താ ഒന്നും മിണ്ടാത്തേ എന്താ കേട്ടില്ല മീൻ വറുക്കണ പോലെ വറക്കാനേ ഉള്ളൂന്ന് കുഴപ്പമില്ലല്ലോ മഞ്ഞൾപ്പൊടി ഉപ്പിടണ്ടേ എന്താ ഇന്നലെ വാങ്ങിയപ്പോൾ ഞാനില്ലേ കുറച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാൻ വിചാരിച്ചിട്ട് കടച്ചക്ക നല്ല കടച്ചക്ക ഉള്ളതും കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ കുറച്ചില്ലേ തേങ്ങ കുറച്ച് നമ്മളിതിലേക്കില്ലേ പെരുംജീരകത്തിൻ്റെ പൊടിയില്ലേ പെരുംജീരകവും കുരുമുളക് പൊടിയും പാടെ ഇട്ട് തിരുമ്പുട്ടോ ഇതെനിക്കെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് എന്താ കണ്ടോ പെരുംജീരകവും കൂടി കുരുമുളകും പാടെ നമ്മളിതിൽ പൊടിച്ച് ചേർക്കും കേട്ടോ ആ കുറച്ച് ചിക്കൻ മസാലയും വേണം ഞാൻ മറന്നുപോയി ഗുരുസ്വാമി കിച്ചുട്ടാ അതാരാ വന്നേക്കണോക്ക് ആ ഇതാ വരുന്നു ഇതാ കേട്ടോ ഇനി നമ്മൾ കുരുമുളകും പെരുംജീരകം കൂടി ഒന്ന് കേട്ടോ ഞാനത് പൊടിക്കണം പൊടിക്കും ഇതാ വരുന്നു അവരമ്പലത്തേക്ക് കുറച്ച് അമ്പലത്തേക്ക് പോവാ നാളെ വരാ ആ കിച്ചു പോട്ടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടോ എന്നാ നാളെ വരാം ആ വരാം കൂട്ടാൻ പണിയിലാണേ കുരുമുളകും പെരുംജീരകവും നല്ലൊരു വാസനയൊക്കെ വരുന്നില്ലേ അമ്മു എങ്ങനെ ഉണ്ടാവുന്ന എന്താ എങ്ങനെ പറയാ വറുത്ത് കഴിഞ്ഞിട്ട് അറിയാലമ്മു അല്ലേ അപ്പോൾ മീൻ വറുത്തത് കഴിക്കണ പോലെ 2 പീസ് വെച്ചിട്ട് നമുക്ക് ഒരു ചിക്കൻ ഒന്നല്ല ഇന്നലെ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ 2 ദിവസം എത്തിച്ചു അല്ലേ ശരിക്കും ഒരു നേരം കഴിക്കാൻ പിന്നെ ഇവിടെ മീൻ അധികം പിടിക്കാത്തതും കൊണ്ട് അങ്ങനെ ചെയ്തു പിന്നെ ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ മുരിങ്ങ അമ്മ നേരേക്ക് തന്നിട്ട് പോയിട്ടുണ്ട് അവിടെ കുറച്ച്
ഇവിടെ നമ്മൾ ചോറ് വയ്ക്കുക വെച്ചാൽ കുറച്ച് മട്ടരിയുടെ ചോറ് മാത്രമേ വയ്ക്കൂ. ഒരു 4 അരി കേട്ടോ, അവിടെയാണ് ചോറ് വയ്ക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇന്നലെ നമ്മൾ കുറച്ച് വെള്ളച്ചോറുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ ചോറ് തിളപ്പിച്ച് വിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കണേ. ഇത് അടച്ച് വെക്കണ്ടേ? എന്താ പെണ്ണി നിനക്ക് ഓർമ്മയില്ലാത്ത? പറഞ്ഞു തരണ്ടേ? ഓ പപ്പുട്ടോ ഇതാട്ടോ ചക്കക്കുരു വന്നേ. നിന്റെ അവൻ്റെ ഒരു സൗണ്ട് കേൾക്കണല്ലോ വിചാരിച്ചാന്ന്. ഞാൻ ഓടുകടയിലെ ഇപ്പോൾ വരാം കേട്ടോ. മുളക് പൊടി, തേങ്ങയും ചെറിയ ഉള്ളിയും പാടെ ഇട്ടിട്ട് അരച്ചെടുക്കട്ടെ. അനിയനില്ലേ വെളുത്തുള്ളി ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. വെളുത്തുള്ളിയുടെ മണം അത്ര പിടുത്തല്ല. ഞാൻ ചെറിയ ഉള്ളി മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ നമ്മൾ പിന്നെ എങ്ങനെയും വയ്ക്കും കേട്ടോ. ജീരകം, ചെറിയ ഉള്ളി, കുരുമുളക്, വെളുത്തുള്ളി കൂട്ടിയിട്ട് ഇതിൽ ഉള്ളി മാത്രം കൂട്ടിയിട്ട് അരച്ചിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ നമുക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും തീ അങ്ങോട്ട് പോകും. ഇതാ നാളേക്കുള്ള മുരിങ്ങയും കൂടി ഉണ്ട് കേട്ടോ. അത് കൊമ്പ് പൊട്ടിച്ചപ്പോഴേ പിന്നെ തോനെ ആയിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായില്ല. അപ്പോൾ മുട്ടി മുരിങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ ഇതിപ്പോൾ ഉച്ചയ്ക്കുള്ളതല്ലേ ഉണ്ടാവുള്ളൂ, വൈകുന്നേരത്തേക്ക് വേണ്ടേ. രാവിലെ ഇഡ്ഡലി, ഇന്നലത്തെ ചിക്കൻ കറിയുടെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ചൂട് ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ ഫുള്ള് കടച്ചക്കയാണ്. കാണിച്ചു കൊടുക്കാമോ? ചിക്കൻ്റെ കഷ്ണമൊന്നുമില്ല കേട്ടോ. അതാണ്ടോ ഫുൾ കടച്ചക്ക. എന്തിനാ അങ്ങനെ പിശിക്കണമെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയില്ല, കുട്ടികൾ എന്താ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കറികൾ. ഞാനത് എനിക്ക് മാത്രമല്ല അമ്മയും പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന്. അപ്പം അങ്ങനെ ചെയ്യും. ഇനിയിപ്പോൾ ദാ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് തുണികൾ വാങ്ങണം കേട്ടോ. അപ്പം അതിന് പോകണം. വൈകുന്നേരം ആകുമ്പോഴേയുള്ളൂ പോവുക. ഇപ്പോഴൊക്കെ കോങ്ങാട് പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്. അമ്മ വരുന്നുണ്ടോ? അല്ലേ ആദ്യം ഉമ്മനീൻ്റെ കൂടെ പോകണം. തുണി തുന്നാൻ കൊടുക്കാൻ പോകണം. തുണി തുന്നാൻ കൊടുക്കണം. കൊടുക്കാം കേട്ടോ. എന്താ പപ്പു എന്തെങ്കിലും കച്ചവടക്കാർ? അന്ന് ചൊവ്വാഴ്ചയല്ലേ? പച്ചക്കറി വരുന്നുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ഇന്ന് പച്ചക്കറി വരുന്നുണ്ടാവും. ദിവസമൊന്നും അറിയണില്ല. മുരിങ്ങടല, ഈ മുരിങ്ങടല കഴുകി കഴിഞ്ഞാലില്ലേ ഇതിൽ വെള്ളം പറ്റി പിടിക്കാത്ത പോലെ തോന്നും. അമ്മോ ഇതൊക്കെ കണ്ടുപഠിച്ചിട്ട് അമ്മോ എനിക്ക് ഉണ്ടാക്കി തരണം കേട്ടോ. ഉണ്ടാക്കി തരുമോ? എപ്പോ എപ്പോ പറ. എപ്പോഴാണ് ഉണ്ടാക്കി തരുക പറ. എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി തരാം. എനിക്ക് വയസ്സാവുമ്പോഴോ? അപ്പോൾ നമ്മുടെ മുരിങ്ങയും ചക്കക്കുരുവും കൂട്ടാൻ റെഡിയായിട്ടോ. ഇനി ചട്ടിയിലിരുന്നിട്ടില്ലേ മുരിങ്ങയ്ക്കൊക്കെ വേഗം വേവ് ചട്ടിയിലിരുന്ന് ഇങ്ങനെ തിളയ്ക്കും. നല്ല വെന്ത് കഴിഞ്ഞാൽ ചില മുരിങ്ങയ്ക്കൊരു കയ്പ്പ് രുചി ഉണ്ടാവും. കണ്ടോ തീ കണ്ടോ? ആവശ്യമില്ലാത്ത സമയത്ത് നല്ല രീതിയിൽ കത്തും. അച്ചു അമ്മയുടെ റൂമിൻ്റെ ഉള്ളിൽ തുണികളുണ്ട്, അതും കൂടി എടുക്കും മുത്തേ. അപ്പുറം അപ്പുറത്തുനിന്നൊക്കെ വിളിക്കലാണ് കേട്ടോ. ഇതാ വരുന്നോ പ്രിയേ. ഇനി ചിക്കൻ വറക്കാറായിട്ടില്ല കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ കിട്ടെ. 2 മണിക്കൂറൊക്കെ ആവട്ടെ. അപ്പോഴേക്ക് ഞാൻ അവൾ എന്തിനാ വിളിക്കലെന്ന് നോക്കട്ടെ കേട്ടോ. അമ്മോ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി എടുക്കാം വീഡിയോ. ഇപ്പോൾ സമയം ഒരു എത്ര മണിയായി? 2 മണിയാവാറായി കേട്ടോ. അപ്പോൾ വിചാരിച്ചു അപ്പോഴേക്കും നമ്മൾ 12 മണിയുടെയൊക്കെ മുമ്പേ പുരട്ടി വെച്ചതല്ലേ. കുട്ടികൾക്ക് ഇപ്പോൾ വേണ്ട പറഞ്ഞിട്ട് ഇതാണ്ടോ മസാലയൊക്കെ സെറ്റായിട്ടോ. എണ്ണതാ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മീൻ വറുക്കണ പോലെ വറുക്കും.
എന്തരാ പൂച്ചേ പട്ടിയോ? നല്ല നാടൻ കറിവേപ്പില. മീൻ, കഷ്ണ മീൻ. കറിവേപ്പില. സത്യം പറയാതോ നല്ല മണം വരുന്നുണ്ട് അല്ലേ? എന്തൊന്നും മിണ്ടാത്ത? അപ്പം ഇതിനി മുരിഞ്ഞ കൂട്ടാനൊക്കെ അവിടെ കൊണ്ടേ വെച്ചുട്ടോ. ഞാൻ കുറച്ച് ചോറും ഇങ്ങോട്ട് എടുത്തിട്ട് വന്നേ. ചോറിനില്ലേ ഇത് ആയിക്കഴിഞ്ഞാൽ 2 മണിയുടെ ബസ്, 1:45 ബസ്സല്ലേ, 2 മണിയുടെ ബസ് തിരിച്ചു പോകണം കേട്ടോ. ഓരോ സുകന്യേ ആശുപത്രി പോയിട്ട് എന്താ പറഞ്ഞേ? ഏതല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞത്ര. ബ്ലഡ് 3 ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ കഴിക്കാൻ കേട്ടോ. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി. അമ്മൂട്ടിക്ക് എന്താ വേണ്ടത്? ചോറ വേണ്ട ഇഡ്ഡലിയാ വേണ്ട? ഇഡ്ഡലിയാ വേണ്ട ചോറാ വേണ്ടെന്ന്? ചോറ് മതിയോ? കളറൊക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ചിക്കൻ കണ്ടോ? സുകന്യേ വായോ, കഴിക്കുക. ഇത്ര മതി കേട്ടോ. 2 പീസ് ഒന്നുമില്ല എന്ന് പറയരുത് ഇല്ലമോ? അതിന് വേണ്ടിയിട്ട് ഇനിയില്ലേ ഇത്രയുണ്ട്. കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് വേറെ രീതിയിൽ വറുത്തത്. എങ്ങനെ ഉണ്ടോ നോക്കിയൊക്കെ? എല്ലാ പ്രാവശ്യം നമ്മൾ വറക്കണ പോലെയല്ല. നീ ബാക്കിയുള്ളതില്ലേ രാത്രിക്ക് എങ്ങനെയുണ്ട് പറ. അവളൊന്നും അഭിപ്രായം പറഞ്ഞില്ല അല്ലേ അമ്മോ? നന്നായിട്ടുണ്ടോ? അതാട്ടോ കളറൊക്കെ ഉണ്ടോ? അത്ര മതി കേട്ടോ, നല്ല മുരിക്കണ്ട. അപ്പോൾ നമ്മൾ ഇതേപോലെ അല്ലേ ചിക്കനൊന്ന് വറുത്ത് നോക്കി നോക്കൂ കേട്ടോ. വറുത്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുകൊണ്ടു. അപ്പോൾ നാളെ കാണാം.